friends, welcome back to my YouTube channel Riya Standup Maths. അപ്പോൾ നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ തുടങ്ങി വെച്ചിരുന്നു ഡെസിമൽ ഫോമുള്ള ചാപ്റ്റർ. ഈ നെക്സ്റ്റ് അതിന്റെ പാർട്ട് 2 ആണ് എടുക്കുന്നത്. പാർട്ട് 2 എന്താ, ആദ്യം ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്നത്, വാട്ട് ഇസ് ദ ഡെസിമൽ ഫോം ഓഫ് 1/5? 1/5ന്റെ ഡെസിമൽ ഫോം നമ്മൾ എങ്ങനെ എഴുതാം എന്നാ ചോദിക്കുന്നത്. അതിന്റെ ഡെസിമൽ ഫോം നിങ്ങൾക്ക് അറിയില്ലായിരിക്കും, ചിലപ്പോൾ പഠിച്ചിട്ടില്ലായിരിക്കും നിങ്ങൾ. അപ്പൊ 1/5 എന്ന് പറയുമ്പോൾ അതിന്റെ ഡിനോമിനേറ്റർ നമുക്ക് 5 ആണ് തന്നിട്ടുള്ളത്, 10ന്റെ പവർ അല്ല നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ അങ്ങനെ എങ്ങനെ നമുക്ക് ചെയ്യാമെന്ന് ചോദിക്കുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താ പറയുന്നത്, ഫ്രാക്ഷൻ വിത്ത് ഡിനോമിനേറ്റേഴ്സ് ആർ നോട്ട് ദ പവേഴ്സ് ഓഫ് 10. 10ന്റെ പവർ ഡിനോമിനേറ്റർ അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഫ്രാക്ഷൻ നമുക്ക് എഴുതാമെന്ന് ചോദിക്കുന്നത്. അപ്പോ നിങ്ങൾക്കറിയാം, if you multiply the numerator and denominator with the same number, the value will not change. നമുക്കറിയാലോ എന്ത്, നമ്മളൊരു ഫ്രാക്ഷൻ അതിന്റെ ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും ഒരേ സംഖ്യ കൊണ്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ അതിന്റെ പിന്നെ അതിന് കിട്ടുന്ന വാല്യൂ നമുക്ക് എന്താവില്ല, ചേഞ്ച് ആവില്ല. നമുക്കറിയാം, നമ്മളെ മുമ്പ് പഠിച്ചതാണ്. അപ്പോ നമുക്ക് ആദ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഒന്ന് പ്രൂവ് ചെയ്ത് നോക്കാം. 1/5 എന്നാ ചോദിച്ചിട്ടുള്ളത്. അപ്പോ 1/5 ഓക്കെ. അപ്പോ നമുക്ക് ഈ 10 നമുക്ക് പവേഴ്സ് ഓഫ് 10 ആക്കണം. നമുക്ക് ഏതൊരു തന്നാലും ഡിനോമിനേറ്റർ തന്നാലും നമ്മൾ അത് എന്ത് ചെയ്യണം, ആദ്യം അത് ആ ഡിനോമിനേറ്റർ നമ്മൾ ആദ്യം ഒരു പവർ ഓഫ് 10 ആക്കണം. ഓക്കെ, ആദ്യം 10 കൊണ്ട് പറ്റുമോ നോക്കണം. ആദ്യം ഇവിടെ 5 ആണ് തന്നിട്ടുള്ളത്. അപ്പൊ ഈ 5 എന്നുള്ള ഈ നമ്പർ നമുക്ക് 10 ആക്കാൻ പറ്റുമോ എന്ന് നോക്കണം. ഇപ്പൊ 5ന്റെ കൂടെ ഏതെങ്കിലും ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് 10 കിട്ടുമോ എന്ന് നോക്കണം. എന്ന് നമ്മൾ നോക്കണം. അപ്പോ 5 ഇപ്പൊ 5ന്റെ കൂടെ നമുക്ക് ഏത് മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് 10 കിട്ടുന്നത്? 5 into 2 7 1. നമുക്കറിയാലോ അത് ഈസിയാണ്, 5 into 2 ആണെന്ന്. അപ്പൊ നമുക്ക് എന്താ എഴുതാം, ഈ 10 കിട്ടാൻ വേണ്ടിട്ട് നമുക്ക് 5 into 2 എന്ന് നമുക്ക് എഴുതാം. അപ്പോ 1 into ഏത് കിട്ടുമ്പോഴാണ് ഡിവൈഡ് ബൈ 5 into 5ന്റെ കൂടെ ഏതെങ്കിലും കൂട്ടി നമുക്ക് എന്ത് ചെയ്യാം, 5ന്റെ കൂടെ ഏതെങ്കിലും മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് 10 കിട്ടും നമുക്കറിയാം. അതുകൊണ്ട് ബൈ 10 എന്ന് അവിടെ കൊടുക്കാം. അപ്പോ ഞാൻ ഇവിടെ മോഡലിൽ ഞാൻ വരട്ടുന്നത് എന്താന്ന് വിചാരിച്ചാൽ എന്താണ്, നമുക്ക് ഇവിടെ ഏതാണോ ഡിനോമിനേറ്ററിൽ ഏതുകൊണ്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് അത് തന്നെ ആയിരിക്കണം നമ്മൾ ഇവിടെയും കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ 5ന്റെ കൂടെ ഏത് മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് 10 കിട്ടാം? 2 അറിയാം. അപ്പൊ നമ്മളിവിടെ 2 എന്ന് കൊടുക്കാം. അപ്പൊ ന്യൂമറേറ്റർ എന്തെന്നെ ആയിരിക്കണം? 2 തന്നെ ആയിരിക്കണം. 5 into 2 10, 1 into 2 2. ഈസി ആയില്ലേ? അപ്പൊ എന്താണ് ഇതിന്റെ ഡെസിമൽ ഫോം? 0.2. ഇതെങ്ങനെ എഴുതാൻ നമ്മൾ പഠിച്ചതാണല്ലോ, ഫസ്റ്റ് വേർഡ് നമ്മൾ പഠിച്ചതാണ് 0.2. ഇനി നെക്സ്റ്റ് നോക്കാം, വാട്ട് ഈസ് ദ ഡെസിമൽ ഫോം ഓഫ് 1/2? 1/2 എന്നതിന്റെ ഡെസിമൽ ഫോം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, 2 എന്ന നമ്പർ ഏതെങ്കിലും മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ടോ നോക്കണം, 10 കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. എന്നിട്ട് 10 കിട്ടുന്നില്ലെങ്കിൽ മാത്രം നമ്മൾ 100 നമ്മൾ എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ 2 എന്നതിനെ കൊണ്ട് നമുക്ക് ഏതെങ്കിലും നമ്പർ മൾട്ടിപ്ലൈ ചെയ്യാൻ 10 കിട്ടുന്നുണ്ടോ അറിയാം. നമുക്ക് ആദ്യം ചെയ്ത് നോക്കാം. 1 into dash by 2 into dash is equal to എന്ന് കൊടുക്കുന്നത്. അപ്പോ 2 into ഏത് കൂട്ടിയാലും നമുക്ക് 10 കിട്ടുക 5. ഇവിടെ 5 കൊടുക്കാം. അപ്പൊ ഇവിടെ മുകളിൽ എന്തെല്ലാം കൊടുക്കണം? 5 കൊടുക്കണം. നമ്മൾ ഡിനോമിനേറ്റർ ഏത് നമ്പറാണോ കൊടുക്കുന്നത് അതിന് എന്തായിരിക്കണം, ന്യൂമറേറ്ററിലും കൊടുക്കണം. 2 into 5 എന്താണ്? 10. 1 into 5 5 എന്ന് പറയുന്നത് എന്താണ്? 0.5. മനസ്സിലായില്ലേ? ഇനി അപ്പൊ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവും. നെക്സ്റ്റ് ഞാൻ ഇപ്പോ 1/5 1/2 ആണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് 3/4 ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് ഇനി വാട്ട് ഈസ് ദ ഡെസിമൽ ഫോം ഓഫ് 3/4? 3/4ന്റെ ഡെസിമൽ ഫോം എന്തായിരിക്കും നമുക്ക് നോക്കി നോക്കാം. നമ്മള് നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ചെയ്ത് നോക്കാം. 3/4 into എന്ത് കൂട്ടിയാലാണ് നമുക്ക് 10 കിട്ടുന്നത്? നമുക്ക് എന്തെങ്കിലും കൂട്ടി നമുക്ക് 10 കിട്ടോ? ഇല്ല. അപ്പൊ നമുക്ക് 4ന് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് എഴുതിക്കൂടെ? എന്തൊക്കെ എഴുതാം? നമ്മളിപ്പോ പഠിച്ചത് ഇപ്പൊ 5 into 2ന്റെ ആണ് നമ്മൾ പഠിച്ചത്. 5 into 2ന്റെ നമ്മൾ പഠിച്ചു. 2ന്റെ കൂടെ 5 മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് 10 കിട്ടും. 5ന്റെ കൂടെ 2 മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് 10 കിട്ടും. നമുക്ക് മനസ്സിലായി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, 4ന്റെ പ്രൈം ഫാക്ടറൈസേഷൻ നമുക്ക് നോക്കാം. പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മള് പഠിച്ചിട്ടുണ്ട്. പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്?
4 മീൻസ് ഇങ്ങനെയാണ്. 4 മീൻസ് ആദ്യം നമ്മൾ പ്രൈം നമ്പർ എടുക്കണം. 2 2ല് 4ൽ എത്ര 2 ഉണ്ട്? 2 എടുക്കുക. 2ൽ എത്ര 2 ഉണ്ട്? 1. അതോടെ 2 × 2 ആണ്. അപ്പൊ നമുക്ക് 2 × 2 എങ്ങനെ എഴുതാം? 4 നമുക്ക് 2 × 2 എന്ന് എഴുതിക്കൂടെ? പ്രൈം ഫാക്ടറൈസേഷൻ അറിയാലോ എങ്ങനെയാണ്. 4ന്റെ പ്രൈം ഫാക്ടറൈസേഷൻ നോക്കുമ്പോ 4ല് പ്രൈം നമ്പർ ആണല്ലോ ഏതൊക്കെ? 2 3 5 7 നമുക്കറിയാലോ. 2 3 5 7 11 ഒക്കെ അറിയാലോ നിങ്ങൾക്ക്, കുറെ പഠിച്ചതാണ് നമ്മള്. അപ്പൊ ആദ്യത്തെ നമ്മള് 2 എടുക്കുക. 4ൽ എത്ര 2 ഉണ്ട്? 2. അപ്പൊ 2 എഴുതി. 2ൽ എത്ര 2 ഉണ്ട്? 1. ഓക്കെ. അപ്പൊ നമുക്ക് ഈ 4 നമുക്ക് എങ്ങനെ എഴുതാം? 3/2 × 2 എന്ന് എഴുതിക്കൂടെ? നമുക്ക് 4നെ 3/2 × 2 എന്ന് എഴുതാം. ഇത് നിങ്ങൾക്ക് ഞാൻ കുറച്ച് വൈഡ് ആയിട്ടുള്ള മെത്തേഡ്, ടെസ്റ്റിലുള്ള മെത്തേഡ്, ഞാൻ 2 മെത്തേഡ് ഇതിൽ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഏതാണ് സിമ്പിളെങ്കിൽ അതുപോലെ ചെയ്യാം കേട്ടോ. അപ്പൊ ഈ 4 നമ്മൾ എന്ത് ചെയ്തു? 2 × 2 എന്നുള്ളതാക്കി നമ്മൾ മാറ്റി. ഓക്കെ. ഇനി നമുക്ക് എങ്ങനെ എഴുതാം? 3 × 2 ഏത് കൂട്ടലാണോ നമുക്കറിയാം. 2 × അപ്പൊ ഇവിടെ എന്ത് കൊടുക്കുക? അതുപോലെ തന്നെ ഇവിടെ 2 ഡേഷ് കൊടുത്താൽ ഇവിടെ 2 ഡേഷ് കൊടുക്കാം. ഓക്കെ. ഇവിടെ നമുക്ക് 2 നമ്പർ ആകും. 2 × പിന്നെ വേറെ നമ്പർ × 2 × ഏതൊരു നമ്പർ. മനസ്സിലായില്ലേ എങ്ങനെ ചെയ്യണം? അപ്പോ നമുക്കറിയാം 2 ന്റെ കൂടെ ഏത് കൂട്ടിയാലേ 10 കിട്ടുക? 5. പിന്നെ 2 ന്റെ കൂടെ ഏത് കൂട്ടിയാലേ 10 കിട്ടുക? അതുപോലെ തന്നെ ഇവിടെ 5. അതേപോലെ തന്നെ ന്യൂമറേറ്ററിൽ നമ്മൾ എന്ത് ചെയ്യാം? 5 കൊടുക്കുക. 2 കൊടുക്കും. അപ്പൊ 3 × 5 15. 15 × 5 എത്രയാണ്? 75. 75/100 അല്ല 10 × 10 ആണല്ലോ. 2 × 5 10. 2 × 5 10. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 75/100 എന്ന് പറയുന്നത് 0.75. മനസ്സിലായില്ലോ എങ്ങനെ കിട്ടിയെന്ന്? ഇനി നിങ്ങൾക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് 4 സ്പ്ലിറ്റ് ചെയ്ത് നിങ്ങൾക്ക് പ്രയാസമാണെങ്കിൽ എങ്ങനെ ചെയ്യാം? നമുക്ക് 4 × ഏത് കൂട്ടിയാലാണ് 100 കിട്ടണം. അപ്പൊ 100/4 ചെയ്താൽ പോരെ? 100/4 ചെയ്യുകയാണെങ്കിൽ 4ൽ എത്ര 10ൽ എത്ര 4 പോകും? 2. അപ്പൊ എത്രയാണ്? 4 × 2 8. 20. അപ്പൊ എത്രയാണ്? 5 × 4 20. ഓക്കെ. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം. എങ്ങനെ? ഇപ്പോ ഇവിടെ കാണിച്ചു തരാം. 3 × 4 ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 3 × ഏതൊരു നമ്പറും കൂട്ടിയാലാണ് നമുക്ക് കിട്ടാം. 4 × ഏതൊരു നമ്പർ. അപ്പൊ നമുക്ക് ഇവിടെ 25 എഴുതാണെങ്കിൽ ഇവിടെയും 25 നമുക്ക് എഴുതാം. 3 × 25 എന്ന് പറയുന്നത് ഇങ്ങനെ എഴുതാം. പിന്നെ 3 × 25 75 ആണ്. 4 × 25 100 ആണ്. 0.75 എന്ന് എഴുതാം. നിങ്ങൾക്കിത് നമ്മൾ ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് 3 × 25 നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് എഴുതാം. അപ്പൊ അങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് പ്രയാസമാണെങ്കിൽ ഈസി ആയിട്ടുള്ള മെത്തേഡ് കൂടിയാണ് ഇത്. നിങ്ങൾക്ക് ഇനി ഈസി ആണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യും. ഓക്കെ. അപ്പൊ ഇവിടെ നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്? ഇവിടെ നമ്മൾ 3/4 എന്നുള്ളത് 4 നമ്മളൊന്ന് സ്പ്ലിറ്റ് ചെയ്തു. എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത്? 2 × 2 ആയിട്ട് നമ്മളൊന്ന് പ്രൈം ഫാക്ടറൈസേഷൻ ആക്കി 2 × 2 ആയിട്ട് നമ്മൾ എഴുതി. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 3 × 2 × 2 ആണല്ലോ. അപ്പൊ 2 × പിന്നെ ഒരു നമ്പർ കൂട്ടാം. പിന്നെ അതിലൂടെ 2 × വേറെ നമ്പർ. അപ്പൊ അതുപോലെ തന്നെ 5 കിട്ടും. മനസ്സിലായി? വേറെ ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ ഇനി നമുക്ക് നമ്മൾ ആദ്യം എഴുതി 3/4 എങ്ങനെ എഴുതാം നമുക്ക് എഴുതി. മനസ്സിലായില്ലേ? നമ്മൾ എന്താ ചെയ്തത്? 4 നമ്മൾ സ്പ്ലിറ്റ് ആയിട്ട് എഴുതി. 2 × 2 ആയിട്ട് നമ്മൾ എഴുതി. പിന്നെ എന്താ നമ്മൾ ചെയ്തത്? 2 × -5 ആണ് നമ്മളവിടെ കൊടുക്കുക. 2 × 5 × 2 × 5 കൊടുത്തു. അതുപോലെ തന്നെ 3 × 5 × 5 എന്ന് കൊടുത്തു. അപ്പൊ 75/100 എന്ന് കിട്ടി. 0.75 ആണ് അതിന്റെ ആൻസർ കിട്ടിയത്. ഇനി നമുക്ക് 4/25 ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് ഒന്നുകൂടെ ഒന്ന് വ്യക്തമായിക്കോളും. അപ്പൊ 4/25 ആവുമ്പോ നമുക്ക് എങ്ങനെ ചെയ്യാം? ഈ 25 നമുക്ക് എങ്ങനെയായിട്ട് എഴുതാം?
25 പ്രൈം ഫാക്ടറൈസേഷൻ എങ്ങനെ വരുന്നത്? 5 into 5. 25 സ്ക്വയർ റൂട്ട് അല്ലെങ്കിൽ കണ്ടെത്തിയാൽ മതി. ഓക്കെ, 25 സ്ക്വയർ റൂട്ട് എങ്ങനെയാണ്? 5 into 5. അപ്പൊ നമുക്ക് 25 നമുക്ക് എങ്ങനെയായിട്ട് എഴുതാം? 25 നമുക്ക് 5 into 5 ആയിട്ട് നമുക്ക് എഴുതാം. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈസി ആയിട്ട് തോന്നുന്നു നോക്കട്ടോ. നമ്മൾ ആദ്യം ഇവിടെ 5 കൊണ്ടും 2 കൊണ്ടും ചെയ്തുകൊണ്ടാണ് ഞാൻ ഇവിടെ 5 2 മാത്രമായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതുന്നത്. അപ്പൊ 25 നമുക്ക് എങ്ങനെ എഴുതാം? 5 into 5 ആയിട്ട് നമുക്ക് എഴുതാം. അപ്പൊ എങ്ങനെ എഴുതാം? 4/5 into 5 ആയിട്ട് എഴുതാം. അപ്പൊ ഇനി നമുക്ക് എങ്ങനെ ചെയ്യാം? അപ്പൊ ഇത് വേറെ 2 നമ്പറുകളാണല്ലോ. അപ്പൊ 4 നമുക്ക് എങ്ങനെ ചെയ്യാം? 5 into dash into 5 into dash. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 4 into dash into dash എന്ന് കൊടുക്കാം. കാരണം ഇവിടെ 2 dash എന്നുകൊണ്ട് ഇവിടെ 2 dash കൊടുത്തു. ഓക്കെ, മനസ്സിലായില്ലേ? 5ന്റെ കൂടെ എത്ര കൂട്ടിയാൽ നമുക്ക് 10 കിട്ടാം? 2. ഇവിടെയും 2. അപ്പൊ ഇവിടെ എന്ത് കൊടുക്കാം? 2 കൊടുക്കാം. 4 into 2 എത്രയാണ്? 8. 8 into 2 16. 16/5 into 2 10. 10 into 5 into 2 10 എന്ന് പറഞ്ഞത് എത്രയാണ്? 16/100 ആണ് എന്ന് പറഞ്ഞ 0.16. എനിക്ക് തോന്നുന്നത് എനിക്ക് ഈസി ആയിട്ട് തോന്നിട്ടുള്ളത് ഈ മെത്തേഡ് ആണ് എനിക്ക് തോന്നിട്ടുള്ളത്. നിങ്ങൾക്ക് എങ്ങനെയാണോ അതുപോലെ ചെയ്യാം കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് എങ്ങനെ തോന്നിട്ടുള്ളത് അതുപോലെ നിങ്ങൾ ചെയ്യാം. ഈസി ആയിട്ടുള്ള നിങ്ങൾക്ക് ഏതാ തോന്നുന്നത് അതുപോലെ ചെയ്യാം. ഇനി നെക്സ്റ്റ് നോക്കി നോക്കാം. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 4/25 നമുക്ക് ഈസി ആയിട്ട് കിട്ടിയില്ല. എന്താ ചെയ്തത്? 25 നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതും. 5 into 5 ആയിരുന്നു നമ്മൾ എഴുതി. അതുപോലെ തന്നെ 4/25 5 into 5 ആയിരിക്കും. അപ്പൊ ഇവിടെ 2 ഡാഷ്, ഇതിന്റെ ഇടയിൽ 2 ഡാഷ് ഇട്ടു. അപ്പൊ നമുക്ക് 5ന്റെ കൂടെ ഏത് കൂട്ടിയാലും നമുക്ക് 10 കിട്ടുക നോക്കിയാൽ മതി. 5ന്റെ കൂടെ 2 കൂട്ടിയാൽ കിട്ടും. അപ്പൊ 10 into 10 into 10 എത്രയാണ്? 16/100 0. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ് 3/40. 3/4 നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലോ. എന്തായിരുന്നു 3/4ന്റെ ആൻസർ? 0.75. അത് ഓർത്ത് വെക്കുക കേട്ടോ. 0.75 അത് നിങ്ങൾ ഓർത്ത് വെക്കണേ. ഇപ്പൊ 3/40 ആണ്. 3/4ന്റെ കൂടെ ഈ 4നോട് കൂടെ ഒരു 0 ആഡ് ചെയ്തു. ഓക്കെ, അപ്പൊ 40 നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം? 40 നമുക്ക് 4 into 10 എന്ന് എഴുതി കൂടെ /3. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെ എഴുതാം? 4 into 10 40 നമ്മൾ 4 into 10 ആയിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ഇനി ഈ 4 നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതാം? 2 into 2 ആയിട്ട് എഴുതാം. അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാം? 3/2 into 2 into 2 പിന്നെ into 10. ഓക്കെ, അപ്പൊ നമുക്ക് 2 ഡിജിറ്റ് കൊടുക്കണം. 4 നമ്മൾ സ്പ്ലിറ്റ് ആയിട്ട് എഴുതിയത്. അപ്പൊ എങ്ങനെ ചെയ്യാം? 3/2 into dash 2 into dash into 2 into dash 10. അപ്പൊ ഇവിടെ എന്ത് ചെയ്യാം? 2 ഡാഷ് കൊടുക്കാം. മനസ്സിലായില്ലേ? ഇവിടെ എത്ര ഡാഷാണ് കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ മുകളിൽ 2 ഡാഷ് കൊടുക്കണം. അപ്പൊ 2ന്റെ കൂടെ എത്ര കുട്ടികളെ 10 കിട്ടാം? 5. അപ്പൊ 3 into 5 എത്രയാണ്? 50. 50 into 5 75. 75 2 into 5 10. 2 into 5 10. 25 10. പിന്നെ നമ്മള് തൊടാതെ വെച്ച് ഇവിടുത്തെ ഒരു 10 ഉണ്ട്. ആ 10 കൂടെ. അപ്പൊ എത്രയാണ്? 75/1000 എന്ന് നമുക്ക് കിട്ടും. അപ്പൊ നമ്മൾ എഴുതാണെങ്കിൽ എങ്ങനെ എഴുതാം? 3 ഡിജിറ്റ് വരുന്നുണ്ട്. അപ്പൊ 5 അപ്പൊ ഇവിടെ 3 ഇങ്ങനെ വരും. അപ്പൊ അവിടെ 0 കൊടുക്കണം. അപ്പൊ നമുക്ക് 0.075 എന്ന് എഴുതാം. ഇനി നോക്കുക, ഞാൻ നിങ്ങളുടെ മെത്തേഡ് നോക്കാൻ പറഞ്ഞിരുന്നു. ആദ്യം കിട്ടിയത് 3/4 എന്നും ഈ കിട്ടിയത് നമുക്ക് നോക്കാൻ പറഞ്ഞു. ആദ്യം നമുക്ക് കിട്ടിയത് 0.75 എന്ന് 0.75 എന്നുള്ളത് നമുക്ക് 3/4 ആയിരുന്നു. ഇപ്പൊ 3/40 ആയി. ഒരു 0 എക്സ്ട്രാ വന്നു. അപ്പൊ നമുക്ക് എന്തിട്ട് 0.075 എന്ന് നമ്മൾ എഴുതും. അപ്പൊ ഈ 2 എണ്ണത്തിലും എന്ത് മാറ്റം വന്നു? ഇവിടെ നമ്മൾ 0 ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇവിടെ 0 ഇട്ടെടുത്തില്ല. ഇവിടെ ഇപ്പൊ ഒരു 0 വന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഇതിനു മുമ്പ്
ഒരു 0. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഒരു സിമ്പിൾ മെത്തേഡിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു. ഇനിയിപ്പോൾ 3/400 കിട്ടിയാലും എങ്ങനെ തന്നെയാണ് ഇതേപോലെ തന്നെ. അപ്പോൾ 3/400 ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. ഇനി നോക്കുക 3/400 നോക്കുക. ഈ 400 നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്തായിട്ട് എഴുതാം? 4 × 100. അപ്പൊ 3/4 × 100 എന്ന് എഴുതാം. ഈ 4 നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? നമ്മൾ പഠിച്ചിട്ടുണ്ട് 3 × 2 × 2 ഇൻറ്റു പിന്നെ ഈ 100. ഓക്കെ, അപ്പൊ ഞാൻ എഴുതാം 3/2 ഇൻറ്റു ഡാഷ് ഇൻറ്റു 2 ഇൻറ്റു ഡാഷ് ഇൻറ്റു 100. 2 ഡാഷ് വന്നുകൊണ്ട് ഇവിടെ 2 ഡാഷ് ഇട്ടെടുക്കാം. ഓക്കെ, 2ന്റെ കൂടെ ഏത് കൂട്ടിയാലും നമുക്ക് 10 കിട്ടുക 5. അപ്പൊ 5 3 × 5 × 5 എത്രയാണ്? 75 ബൈ 2 × 5 എന്നുള്ളത് ആദ്യം എഴുതാം 10 ഇൻറ്റു 2 × 5 10 ഇൻറ്റു പിന്നെ നമ്മൾ തൊടാതെ വെച്ച ഈ 100 എന്ന് പറയുന്നത് 75 ബൈ 10,000 അല്ലേ? 10,000. അപ്പൊ എങ്ങനെ വരും? 0.0075. മനസ്സിലായില്ല? എങ്ങനെയാണോ? 1 2 3 4 ഇവിടെ മതി ഇവിടെ മതി. എനിക്ക് മനസ്സിലായില്ല എനിക്ക് എങ്ങനെ കിട്ടിയെന്ന്. അപ്പൊ എങ്ങനെ അപ്പൊ നമുക്ക് മനസ്സിലായി. ഇപ്പൊ നിങ്ങൾക്ക് ഇനി 3/4000 ഒക്കെ നമുക്ക് തന്നാല് നമുക്ക് ആദ്യം നമ്മൾ മനസ്സിലാക്കണം 3/4 എന്നുള്ളത് 0.75 ആണെന്ന് മനസ്സിലാക്കാം. എന്ന് നമുക്ക് ഈസി ആയിട്ട് 3/400 3/4000 എത്ര തന്നാലും നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ 7ന്റെ മുമ്പ് നമ്മൾ 0s ഇട്ട് കൊടുത്താൽ മതി. എത്ര 0 തന്നത്. ഓക്കെ, അപ്പോ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഇത്ര എടുക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇത് സംശയം ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കണം. അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.